നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് ചില നക്ഷത്രങ്ങളിൽ ഗൗളി വീണാൽ അത് നല്ലതാണോ ചീത്തയാണോ എന്നതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഗൗളി എന്ന് പറയുന്നത് തന്നെ വളരെ സത്യമുള്ളതാണ്. കാരണം അതുകൊണ്ടാണ് ഈ പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ കാരണവന്മാർ പറയുന്നത് ഗൗളി ചിലച്ചാലും അതിൽ ഓരോരോ ഫലങ്ങൾ പറയുന്നത്. ഇപ്പോൾ കിഴക്ക് നിന്ന് ഗൗളി ചലിച്ചാൽ എന്താണ്, അതല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്ത് നിന്ന് ഗൗളി ചലിച്ചാൽ എന്താണ്, അങ്ങനെ ഓരോ ദിക്കിനെക്കുറിച്ച് അല്ലെങ്കിൽ ഓരോ നക്ഷത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഓരോ ആഴ്ചയിൽ ഓരോ ദിവസത്തെക്കുറിച്ച് വരെ വളരെ സ്പഷ്ടമായ രീതിയിൽ നമ്മുടെ കാരണവന്മാർ അത് പറയാറുണ്ട്. അപ്പോൾ ഗൗളിയെക്കുറിച്ച് അപ്പോൾ കഴിവതും നമ്മളുടെ വീട്ടിലുള്ള ഗൗളികളെ അല്ലെങ്കിൽ പല്ലികളെ നമ്മൾ കഴിവതും ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ഒരുപാട് പല്ലികളുണ്ട്, പിന്നെ അതിനെന്ത് ചെയ്യാമെന്ന്. നമ്മൾ കഴിവതും നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൻ്റെ അകമൊക്കെ നല്ലതായിട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ 10 പല്ലി കാണുന്നിടത്ത് ചിലപ്പോൾ ഒരു പല്ലിയേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴിവതും അത് വൃത്തിയാക്കുക. നല്ല രീതിയിൽ വൃത്തിയാക്കുമ്പോൾ ഗൗളിയെ അല്ലെങ്കിൽ പല്ലിയെയൊക്കെ നമുക്ക് കഴിവതും കുറച്ച് കൊണ്ടുവരാം. എങ്കിലും നമുക്കത് മൊത്തത്തിനെ അതിനെ കുറയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഗൗളി എന്ന് പറയുന്നത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു അമാനുഷികം എന്തോ ഒരു പവർ ഉള്ളതാണ് ഈ പറയുന്ന ഗൗളി. അപ്പോൾ ഗൗളി വരും, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. അതാ ഞാൻ പറയുന്നത്, ചിലയ്ക്കുന്നതിനും നമ്മുടെ ശരീരത്തിൽ പതിച്ചാലൊക്കെ ഓരോരോ ഫലങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അശ്വതി നാളിലാണ് ഗൗളി പതിച്ചാൽ ആയുസ്സും ആരോഗ്യവും അതേ കണക്ക് തന്നെ വളരെയധികം പ്രസിദ്ധനാവും എന്നതാണ് പറയുന്നത്. ഭരണി നക്ഷത്രത്തിലാണെങ്കിൽ രോഗശമനം എന്നാണ്. അതുപോലെ കാർത്തിക നക്ഷത്രത്തിലാണെങ്കിൽ ദ്രവ്യനാശമാണ് അനുഭവം. രോഹിണി, മകയിരം ഈ നക്ഷത്രത്തിലാണെങ്കിൽ അർത്ഥലാഭം വർദ്ധിക്കും എന്നാണ്. അതല്ല തിരുവാതിര നക്ഷത്രത്തിലാണെങ്കിൽ മരണഭയം എന്നാണ്. പുണർദം അതിനൊക്കെ പൂയം നക്ഷത്രത്തിലാണെങ്കിൽ അർത്ഥലാഭമുണ്ടാകുമെന്നാണ്. ആയില്യം നക്ഷത്രത്തിലാണെങ്കിൽ നിശ്ചയമായും താമസം കൂടാതെ മരണം പ്രാപിക്കുമെന്നാണ് പറയുന്നത്. മകം നാളിലാണ് ഗൗളി മേൽ വീണാൽ മംഗളാനുഭവം. പൂരം നാളാണെങ്കിൽ രോഗാരിഷ്ടത. ഉത്രം, അത്തം, ചിത്തിര, ചോതി എന്നീ നക്ഷത്രത്തിലാണ് ശരീരത്തിൽ ഗൗളി പതിച്ചാൽ സർവമംഗളസിദ്ധിയാണ് ഫലം. വിശാഖം നക്ഷത്രത്തിലാണ് ശരീരത്തിൽ ഗൗളി പതിച്ചാൽ ധനനഷ്ടം സംഭവിക്കുമെന്നാണ്. അനിഴം നക്ഷത്രത്തിലാണെങ്കിൽ ഭൂമി വാങ്ങുമെന്നാണ്. തൃക്കേട്ട നക്ഷത്രത്തിലാണ് ശരീരത്തിൽ ഗൗളി വീണാൽ സർവത്ര നാശഫലമെന്നാണ് ഫലം. മൂലം നക്ഷത്രത്തിലാണ് ഗൗളി ശരീരത്തിൽ വീണാൽ സുഖപ്രാപ്തി എന്നാണ് ഫലം. പൂരാടം നക്ഷത്രത്തിലാണെങ്കിൽ മരണം സന്നിഗ്ധമായിരിക്കുന്നു എന്നാണ്. ഉത്രാടം നാളിൽ പല്ലി ദേഹത്തിൽ വീണാൽ കല്യാണം സമീപിച്ചിരിക്കുന്നു എന്നാണ്. തിരുവോണം നക്ഷത്രത്തിൽ പല്ലി ശരീരത്തിൽ വീണാൽ കൃഷിസ്ഥലം വാങ്ങുമെന്നാണ്. അവിട്ടം നാളാണെങ്കിൽ അർത്ഥനാശം സംഭവിക്കുമെന്നാണ്. ചതയം നക്ഷത്രത്തിൽ ഗൗളി പതിച്ചാൽ സുഖപ്രാപ്തി ഉണ്ടാകും എന്നാണ്. പൂരുട്ടാതി നക്ഷത്രത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്ക് കല്യാണം എത്രയും പെട്ടെന്ന് നടക്കും എന്നതാണ് പൂരുരുട്ടാതി നാളിൽ. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ശരീരത്തിൽ വീണാൽ. അതല്ല ഉത്രിട്ടാതി നാളിലാണ് ഗൗളി പതിച്ചാൽ സർവമംഗളപ്രദവും ആയിരിക്കുമെന്നാണ്. രേവതി നാളിലാണെങ്കിൽ ഭൂമിയിൽ നിന്നും നമുക്ക് നല്ല രീതിയിൽ ലാഭം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഗൗളി പതിച്ചാലുള്ള ഓരോരോ ഫലങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. നന്ദി, നമസ്കാരം.